ഹലോ ഗൈസ്, ടീം എക്സാം അടുത്തെത്തി. ടെൻഷനൊക്കെ ആയി അല്ലേ ടെൻഷനൊക്കെ ആവണം. ടെൻഷനൊക്കെ നല്ലതാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻഷന് മേലെ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഓക്കെ, ടെൻഷനായി സമ്മതിച്ചു, അത് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പോയി നമ്മുടെ കാര്യം നോക്കി പോകണം. നമ്മുടെ കാര്യം നോക്കി പോകുന്നത് മീൻസ് ഈ സമയത്ത് നിങ്ങൾ വലുതായി ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിൽക്കരുത്. ഓക്കെ, വലുതായി മീൻസ് ഭയങ്കര ടഫ് ടോപ്പിക്സോ ഒന്നും നിങ്ങളിപ്പം എടുക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അറിയാവുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് പറ്റുവാണെങ്കിൽ എഴുതുക. പിന്നെ ഇപ്പം ജെയുടെ കഴിഞ്ഞു തോന്നുന്നു. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സമാധാനമായിട്ട് ഇരിക്കുക. ഓക്കെ, മനസ്സമാധാനമായിട്ട് ഇരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ സമയങ്ങൾ കൊണ്ട് നിങ്ങൾ മലമറിക്കുന്ന ഒരു പണിയും ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കാൻ പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകൂടെ വായിക്കുക. കെമിസ്ട്രി ഒക്കെ ഒന്നുകൂടെ വായിക്കുക. നല്ലപോലെ വായിക്കുക. റിവിഷൻ ചെയ്യുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യണം. എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ലൈക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും. ഈ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് നമുക്ക് ചാപ്റ്റേഴ്സ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. അത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നിന്നും നിങ്ങൾക്ക് ലൈക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ ഞാൻ പറയുന്നു കീമിന് നല്ല റാങ്ക് കിട്ടും. ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാതിരിക്കണം. പിന്നെ ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ എല്ലാം അറിയാമായിരിക്കണം. ദെൻ PYQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട കീം എക്സാമിന് നിങ്ങൾ പോയി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഷോക്ക് ആവരുത്. ദർ ഷുഡ് നോട്ട് ബി എ ഷോക്ക് ഫാക്ടർ. നിങ്ങൾ അവിടെ കിടന്ന് ഷോക്ക് ആവാൻ പാടില്ല. നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കണം അവിടെ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, എനിക്ക് അങ്ങനെയായിരുന്നു. ലൈക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്ത മോക്ക് ടെസ്റ്റ് എഴുതിയ PYQs എഴുതിയ പോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു അവിടെ വന്നത്. അപ്പോൾ അവിടെ ഒരു ഷോക്ക് ഫാക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ട് പേടിക്കരുത്. ഓക്കെ, അതൊരു പോയിൻറ്റ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ PYQസും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്ത് ഒരു പ്രാക്ടീസ് ആവാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴും ലൈക്ക് ഇത് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ, ലൈക്ക് നമ്മൾ ടെൻഷൻ അടിച്ചാലുണ്ടല്ലോ നമുക്ക് എഴുതാൻ പറ്റത്തില്ല എക്സാം. സോ എക്സാം ടെൻഷൻ ഇല്ലാതെ എഴുതണം. ഓക്കെ, നാട്ടുകാരും വീട്ടുകാരും എല്ലാം നമ്മൾ ടെൻഷൻ അടിപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അറ്റ്ലീസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല. എക്സാമിൻ്റെ സമയത്തും എക്സാമിൻ്റെ ഫ്രണ്ടിലുള്ള ദിവസങ്ങളും എക്സാമിന് ബാക്കിലുള്ള ദിവസങ്ങളും എന്തിലാവട്ടെ, എക്സാമിൻ്റെ അടുത്തുള്ള ദിവസങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കാരണം ടെൻഷൻ അടിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ റാങ്ക് താഴോട്ട് പോകും. ഓക്കെ, സോ സമാധാനപരമായി നിങ്ങൾ പറ്റുന്ന പോലെ അത്രയും പരിശ്രമിച്ചിട്ട് നിങ്ങൾ പോയി എക്സാം എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എനിക്കും എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാംസൊക്കെ അടുത്തു. ഞാനിപ്പോൾ പോയി പഠിക്കട്ടെ. ഒന്നും അറിയത്തില്ല, അത് വേറെ കാര്യം. കാരണം നിങ്ങളിനി കോളേജ് കയറിയിട്ടും പഠിക്കാനിരിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നല്ലപോലെ ഫുഡ് കഴിക്കുക, നല്ലപോലെ ഉറങ്ങുക. ഈ ദിവസങ്ങളിലൊന്നും നിങ്ങൾ ഉറക്കം കളയാൻ പാടില്ല. നല്ലപോലെ ഉറങ്ങുക, ആരോഗ്യം ശ്രദ്ധിക്കുക, സമാധാനമായിട്ട് പോയിട്ട് എക്സാം എഴുതാം. ഓക്കെ, അപ്പം ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല എന്താ ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ റിവിഷൻ ചെയ്യുക. ദെൻ റിവിഷൻ ചെയ്ത് എല്ലാത്തിൻ്റെ ഒരു ബേസിക്കായിട്ട് എല്ലാം അറിയാമായിരിക്കണം. ഒട്ടുമിക്ക എല്ലാതും അറിയാമായിരിക്കണം എന്ന് ഉറപ്പ് വരുത്തുക. റിവിഷൻ ചെയ്യുക. ദെൻ PYQs അവിടുന്ന് വല്ലതും കുറച്ച് PYQs ഒക്കെ ചെയ്യുക. വേണമെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റോ ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റോ എല്ലാം എഴുതിക്കോ. പക്ഷേ ഈ സമയത്ത് മോക്ക് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിവിഷൻ ചെയ്യുക, കംപ്ലീറ്റ്ലി റിവിഷൻ ചെയ്യുക. PYQs അറ്റൻഡ് ചെയ്യുക, സമാധാനമായിരിക്കുക. യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.